കഴിഞ്ഞ ദിവസമാണ് എം ഡി വാസുദേവൻ നായർ അന്തരിച്ചത്. അപ്പോൾ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തെ പറ്റി പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 വീഡിയോ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സിനിമയും നോവലും ഒക്കെ ആസ്പദമാക്കിയൊരു വീഡിയോ. അതിനുശേഷം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വല്ലാതെ ഇകഴ്ത്തിക്കൊണ്ട് പല കമൻറ്റുകളുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു. അന്നേരം ഉയർന്നു വന്ന ഒരു പേരാണ് പ്രമീള നായർ എന്ന് പറയുന്ന എം ഡി വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യ. എനിക്ക് അന്നും അതുവരെ അറിയില്ലായിരുന്നു. എം ഡിക്ക് 2 ഭാര്യയുണ്ട്, ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചതാണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രമീള നായർ ആരായിരുന്നു എന്നറിയാനുള്ള താല്പര്യപ്രകാരമാണ് പലയിടത്തും നമ്മൾ പരിധി. അങ്ങനെയാണ് പ്രമീള നായരും എം ഡിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്നത്. എം ഡി വാസുദേവൻ നായർ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും പറഞ്ഞിട്ടില്ല ഈ പ്രമീള നായരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കഥ. പക്ഷേ 1974 മലയാള നാട് വാരികയിൽ ഓണപ്പതിപ്പിൽ PBC നായരുമായിട്ട് നടത്തിയൊരു പങ്ക്തിയുണ്ട്. അതിനകത്ത് എം ഡി പറയുന്നു, എൻ്റെ വിഭാഗത്തിന് ക്ഷണക്കത്തുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ME ട്യൂട്ടർ കോളേജിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. പുസ്തകങ്ങളിലൂടെ തുടങ്ങിയ സൗഹൃദം. അങ്ങനെ ആ സൗഹൃദം മുന്നോട്ട്. അന്ന് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം നടത്തിയ വ്യക്തികളെല്ലാം കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ്. ജോലിക്ക് വേണ്ടി നടക്കുന്ന ആ സമയത്ത് നമ്മൾ ഈ ഇടത്താവളം പോലെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ഈ ട്യൂട്ടർ കോളേജ് എന്ന്. അവിടെ അധ്യാപനത്തിന് വേണ്ടി പോകുന്നു. അവിടെ വെച്ച് തന്നെയാണ് നമ്മുടെ പ്രമീള നായരും എം ഡി വാസുദേവൻ നായരും വഴി കണ്ടുമുട്ടുന്നത്. 2 പേർക്കും സാഹിത്യത്തിൽ നല്ല അഭിരുചിയായിരുന്നു. പ്രമീള നായർ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തി, ഇംഗ്ലീഷ് സാഹിത്യവുമായിട്ട് അടുത്ത ബന്ധമുള്ള വ്യക്തി. MGRൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. MGR എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അയാളുടെ കുടുംബാംഗമായിരുന്നു ഈ പ്രമീള നായർ. അച്ഛനും അമ്മയും ജോലിക്കാരായിരുന്നുകൊണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു അലച്ചിലൊന്നും ഇല്ലാതെ വളർന്ന ഈ പ്രമീള നായരെ സംബന്ധിച്ച് എം ഡിയുമായിട്ടുള്ള ആ സൗഹൃദം, അവരുടെ ഈ കൂടിച്ചേരൽ എന്ന് പറയുന്നത് സാഹിത്യവുമായിട്ടുള്ള ചർച്ചയായി തുടങ്ങി. ആ സൗഹൃദം എം ഡിയുടെ ഭാര്യ പദവിയിലേക്ക് പ്രമീള നായരെ എത്തിക്കുന്നു. എം ഡി അത് ഈ പങ്ക്തിയിൽ തന്നെ ഓർത്ത് പറയുന്നു, ഒരിക്കൽ അവൾ എനിക്കൊരു കുറിപ്പെഴുതി, അമ്മയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല, എനിക്കൊരു റൂം തരപ്പെടുത്തി തരുമോ എന്ന്. എം ഡി തിരിച്ചെഴുതിയത്രേ, നീ എന്തിന് വേറെ റൂം തിരക്കി പോകുന്നു, എൻ്റെ റൂമിലേക്ക് വരൂ, പറ്റുമെങ്കിൽ എൻ്റെ റൂമിലേക്ക് വരൂ എന്നുള്ള രീതിയിൽ എം ഡി സംസാരിക്കുകയും പ്രമീള നായർ എം ഡിയുടെ വീട്ടിലേക്ക് വരികയും അന്ന് എം ഡി ഓർത്തെടുക്കുന്നു. ആ വീടുടമസ്ഥനോട് എം ഡി പറഞ്ഞത് ഇതെൻ്റെ ഭാര്യയാണ്. അങ്ങനെ തുടങ്ങിയ ജീവിതം. മകൾ സിതാരയുടെ ജനനം, എം ഡിയുടെ വീടിന് തന്നെ പേരിട്ടത് സിതാര എന്നാണ്. അങ്ങനെ കൊല്ലങ്ങളായിട്ടുള്ള അവരുടെ ജീവിതം. എനിക്ക് തോന്നുന്നു അവരുടെ മധുവിധ കാലത്ത് ബന്ധുവിൻ്റെ വീട്ടിൽ അതിഥികളായി മധുവിധു ആഘോഷിക്കാൻ പോയ സമയത്താണ് മഞ്ഞ് എന്ന് പറയുന്ന നോവൽ എഴുതുന്നത് വന്നതിന് ശേഷം. അപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ഒരു പക്ഷേ പ്രമീള നായരും എം ഡി വാസുദേവൻ നായരും. എം ഡി വാസുദേവൻ നായരും പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തനിക്ക് ആത്മകഥയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം തൻ്റെ നോവലുകളും കഥകളും ഒക്കെ കൂട്ടിച്ചേരുമ്പോൾ തൻ്റെ ആത്മകഥ തന്നെ ആയി എന്നുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ എം ഡി വാസുദേവൻ നായരുടെ ജീവാംശം തന്നെയാണ് ഈ കഥകളിലെല്ലാം നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ പറ്റുന്നത്. സിതാരയെ പഠിപ്പിക്കാൻ വേണ്ടി സരസ്വതി ടീച്ചർ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ കമൻറ്റുകളിലും ഈ സരസ്വതി ടീച്ചറുടെ കഥകളൊക്കെ കേട്ടു. എം ഡിയും സരസ്വതി ടീച്ചറും നമ്മൾ അടുപ്പത്തിലാകുന്നു. ഇത് മനസ്സിലാക്കിയ പ്രമീള നായരെ സ്വന്തം മകളെ അവർ യാത്ര പോകുന്നു, വീട് വിട്ടിറങ്ങും. അതിന് ശേഷമാണ് സരസ്വതി ടീച്ചറുമായിട്ട് എം ഡി താമസത്തിലാകുന്നത്. ഈ പ്രമീള നായരുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി എം ഡി പറയുന്നത് ഇവർ തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് എം ഡിയുടെ വാക്കുകൾ തന്നെ. ഞാൻ പറഞ്ഞ ആ പങ്ക്തിക്കകത്ത് എം ഡി പറയുന്നൊരു വാക്കുണ്ട്,
എല്ലാവരും എന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, പള്ളിക്കും അമ്പലത്തിനും ഇല്ലാത്ത വിശുദ്ധി രജിസ്ട്രാർക്കും വേണ്ട, അതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ഓഫീസിൽ പോയില്ല എന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് 100% ഉറപ്പാണ്. പ്രമീള നായർക്ക് എം ഡിയുടെ ജീവിതത്തിൽ ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം ഇംഗ്ലീഷ് സാഹിത്യവുമായിട്ട് എം ഡിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്നെ പ്രമീള നായർ. എനിക്ക് തോന്നുന്നു മഞ്ഞ് അതിൻ്റെ ഉദാഹരണമായിട്ടെടുക്കാം. വിവർത്തന സാഹിത്യത്തിലെ മികച്ചൊരു ക്ലാസിക് എന്ന് തന്നെയാണ് മഞ്ഞിൻ്റെ വിവർത്തനം. അനേകം കൃതികളുണ്ട്, പക്ഷെ മഞ്ഞ് നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റും. എം ഡിയുടെ മിക്കവാറും കൃതികളെല്ലാം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് പ്രമീള നായരായി. അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് എം ഡിയെ പരിചയപ്പെടുത്താൻ മുഖ്യ പങ്ക് വഹിച്ചത് പ്രമീള നായർ തന്നെയാണ്. അതുപോലെ അവിടുത്തെ ആസ്വാദകർക്ക്, ലോകമെമ്പാടുമുള്ള ആസ്വാദകർക്ക് എം ഡി എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രമീള നായർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് എം ഡിയുടെ ആദ്യകാല നോവലുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് മിക്കവാറും വിവർത്തനം ചെയ്തിരിക്കുന്നത് പ്രമീള നായർ തന്നെയാണ്. അപ്പോൾ എം ഡിയുടെ ജീവിതത്തിൽ പ്രമീള നായർക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് നിങ്ങൾക്ക് നിസ്സംശയം പറയാൻ പറ്റും. പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല, എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു, ഈ ബന്ധം പ്രമീള നായർ അറിഞ്ഞു എന്നൊന്നും നമുക്കറിയില്ല. കാരണം വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല. അവർ രണ്ടുപേരും തുറന്നു പറയാനും ആയിട്ടില്ല. പക്ഷെ ഒരിക്കൽ അക്ഷരങ്ങൾ എന്ന് പറയുന്ന ചിത്രം, ഫുഗാഫിനിയുടെ കഥാപാത്രം പ്രമീള നായരും സീമയുടെ കഥാപാത്രം സരസ്വതി ടീച്ചറും ആയിട്ട് കാണുകയൊക്കെ ചെയ്തു. അന്നത്തെ കാലത്ത് എല്ലാവരും കണ്ടതാണ്. ഇത് മനസ്സിലാക്കി പ്രമീള നായരും ആകപ്പാടെ പൊട്ടിത്തെറിച്ചു. അവർക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായി. അതിന് ബദലായിട്ട് വേറെ ഒരു നോവൽ, വേറെ ഒരു കഥ സിനിമയാക്കാനൊക്കെ അവർ തീരുമാനിച്ചെങ്കിൽ എന്തോ നടന്നില്ല. അവരുടെ ആത്മകഥ പൂർത്തീകരിച്ചായിരുന്നു. പൂർണ്ണ പബ്ലിക്കേഷനാണ് അന്ന് ആത്മകഥ പ്രസിദ്ധീകരിച്ചതായിട്ടാണ് ഓർമ്മ. അതിൻ്റെ രണ്ടാമത് പിറക്കാൻ പറ്റിയില്ല. എം ഡി സത്യം പറഞ്ഞ സിനിമയിലായിരുന്നു സാഹിത്യം അത്രയ്ക്ക് ശക്തരായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 1900 ആ സമയത്താണ് മകൾക്ക് ജോലി കിട്ടുന്നതും അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിൽ മകളോടൊപ്പം പ്രമീള നായർ അമേരിക്കയിൽ താമസമാക്കി. 90 കാലഘട്ടത്തിൽ അവർ ക്യാൻസർ ബാധിതയാകുന്നു. അന്ന് എം ഡിയെ കാണാൻ അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എം ഡി മൈൻഡേ ചെയ്തില്ല. അപ്പോൾ സാഹിത്യത്തിൽ എം ഡിയുടെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായൊരു സംഭവമാണിത്. കാരണം എം ഡിയെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്തു ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമുക്ക് തന്നൊരു അറിവുണ്ട്, ഒരു സ്നേഹമുണ്ട്. അതൊരിക്കലും നമ്മൾ മറന്നുകൂടാ. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമ്മൾ ആനന്ദിച്ചുകൂടാ, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൂടാ എന്നൊക്കെയായിരുന്നു നമ്മൾ ഇന്നലത്തെ. പക്ഷേ പ്രമീള നായർ 1990 കാലഘട്ടത്തിൽ ക്യാൻസർ ബാധിതയായി എം ഡിയെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ല. അത് തള്ളിക്കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ സാഹിത്യത്തിലൊരു നിലപാട്, വ്യക്തി ജീവിതത്തിൽ വേറൊരു നിലപാട് എടുത്തതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. അപ്പം ഞാൻ ഇന്നലെ പ്രമീള നായരുടെ എം ഡിയെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വായിച്ചു. അപ്പോൾ ആരുടെ കയ്യിലാ തെറ്റ്? വ്യക്തിപരമായ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കാം, ആരുടെ കയ്യിലും തെറ്റാകാം. പക്ഷേ എം ഡി എന്ന് പറയുന്ന വ്യക്തി മലയാള സാഹിത്യത്തിന്, മലയാള സിനിമകൾക്കൊക്കെ കൊടുത്തേക്കുന്ന സംഭാവന വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു പ്രമീള നായർ ജീവിച്ചിരുന്നെങ്കിൽ അവരോട് ചോദിച്ചാലും എം ഡിയുടെ പങ്ക് നിഷേധിക്കാനേ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു പ്രമീള നായരും എം ഡി വാസുദേവൻ നായരും. എനിക്ക് തോന്നുന്നു ലോകം ഇത്രയും നാളും നമ്മൾ വേണ്ട വിധം ചർച്ച ചെയ്യാത്ത വിഷയമാണ് എം ഡിയുടെ മരണത്തിലൂടെ ഈ നിമിഷം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നതല്ലേ. കൂടുതൽ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട്, പക്ഷേ അത് മരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് വേളയിൽ ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്കും വലിയൊരു വിഷമമുണ്ട്. അപ്പം എം ഡി എന്ന് പറയുന്നത് വ്യക്തിജീവിതത്തിൽ എന്ത് തന്നെ ആയാലും
അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വാഴ്ത്തപ്പെടും, അതിലൂടെ അദ്ദേഹം ജീവിക്കും എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ അത് 100% ഉറപ്പുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.